ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ. ഹനുമാൻ സ്വാമിയെ മികച്ച പത്രപ്രവർത്തകനായി, പത്രലേഖകനായി വിശേഷിപ്പിക്കാറുണ്ട്. രാമായണത്തിൽ വിവിധങ്ങളായിട്ടുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നതുകൊണ്ട് വിശിഷ്ടങ്ങളായ സന്ദർഭങ്ങളെ നമുക്ക് പ്രദാനം ചെയ്യുന്ന, കഥാസന്ദർഭങ്ങളിലൂടെ അനുഗ്രഹത്തെ പ്രദാനം ചെയ്യുന്ന വാക്പടുവായ ഹനുമാൻ സീതാ ദർശനത്തിന് ശേഷം തിരിച്ച് ശ്രീരാമ സവിധത്തിൽ എത്തിച്ചേരുന്ന സമയത്ത് ആ ശ്രീരാമനോട് സീതയെ കണ്ട് എത്തിയ ആ മുഹൂർത്തത്തെ വിവരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. ഇവിടെ കണ്ടു എന്ന ക്രിയാപദമാണ് ആദ്യം തന്നെ പറയുന്നത്. സാധാരണ ഒരു വാചക ഘടനയുടെ സ്വാഭാവികമായ രീതി അനുസരിച്ച് കർത്താവ്, കർമ്മം, ക്രിയ. എന്നാൽ ഇവിടെ കർത്താവിനെ മാറ്റി വയ്ച്ചുകൊണ്ട് കണ്ടു എന്ന ക്രിയാപദത്തെയാണ് ഹനുമാൻ ആദ്യം തന്നെ പറയുന്നത്. കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുടെ ആകാംക്ഷയെ ശമിപ്പിക്കുന്ന കാര്യമാണ് ആദ്യം തന്നെ പറയുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇപ്രകാരം ആശയവിനിമയത്തിൻ്റെയും ഭാഷയുടെയും വ്യാകരണത്തിൻ്റെയും സൂക്ഷ്മതത്വമറിഞ്ഞ ഹനുമാൻ ഒരു വിവരം ശ്രോതാവിലേക്ക് അറിയിക്കുന്ന സമയത്ത് ശ്രോതാവിൻ്റെ ആകാംക്ഷയെ ശമിപ്പിക്കുന്ന ആ പദം ആദ്യം പറഞ്ഞുകൊണ്ട് ഏറ്റവും സംക്ഷിപ്തമായ വാക്കുകളിൽ ആകാംക്ഷയെ ശമിപ്പിക്കുന്ന സന്ദേശം വിനിമയം ചെയ്തുകൊണ്ട് വിഷയാവതരണം നടത്തുന്നതായി കാണാൻ സാധിക്കും. വാർത്തകൾക്ക് തലക്കെട്ട് നൽകുന്ന സമയത്ത് പാലിക്കേണ്ട ഒരു ഔചിത്യത്തെയാണ് വാസ്തവത്തിൽ ഹനുമാൻ സ്വാമി ഇവിടെ പ്രകടമാക്കുന്നത് എന്ന് കാണാം. വിഷയങ്ങളെ സന്ദർഭത്തിനനുസരിച്ച് ഒരേ ഉള്ളടക്കത്തെ തന്നെ നീട്ടിയും കുറുക്കിയും വിശദമായും വിസ്തരിച്ചും അതുപോലെ സംക്ഷിപ്തമായും അതിൻ്റെ സമഗ്രത കൈവിടാതെ വിവിധ സന്ദർഭങ്ങളിൽ അവതരിപ്പിക്കുന്ന ഹനുമാൻ്റെ പ്രകടനം രാമായണത്തിലുടനീളം ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെയാണ് സീതയെ കണ്ടെത്തി വന്ന ഹനുമാനോട് ലങ്കയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആ ലങ്കയുടെ ഒരു വിവരണം നൽകണം എന്ന് ശ്രീരാമൻ ആവശ്യപ്പെടുന്നത്. കോട്ടമതിൽ, കിടങ്ങ് എന്നിവയൊക്കവയെ കാട്ടിത്തരിക വേണം വജസാ ഭവാൻ എന്നാണ് ശ്രീരാമൻ ഹനുമാനോട് ആവശ്യപ്പെടുന്നത്. വളരെ സമഗ്രമായി, വളരെ വിശദമായി, എന്നാൽ ചുരുങ്ങിയ വാക്കുകളെ അനാവശ്യമായി ഉപയോഗിക്കാതെയും എന്നാൽ ഏറ്റവും പ്രസക്തമായും ഈ കാര്യങ്ങളൊക്കെ വിവരിക്കാൻ ഹനുമാന് സാധിക്കുന്നുണ്ട്. രാമകഥയെ തന്നെ, രാമായണ ചരിത്രത്തെ തന്നെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഹനുമാൻ വിശദമായും സവിസ്തരമായും അതുപോലെ സംക്ഷിപ്തമായും അവതരിപ്പിക്കുന്നത് രാമായണത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. സീതാദേവിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് സീതയ്ക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി വിരഹത്തിന് ശേഷമുള്ള രാമചരിതത്തെ ഹനുമാൻ സ്വാമി സീതയ്ക്ക് പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട്. അതുപോലെ രാവണ സഭയിൽ ചെന്നിരിക്കുമ്പോൾ രാവണനോട് താൻ എങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു, ആരുടെ ദൂതനാണ്, ആരെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വളരെ വിശദമായും എന്നാൽ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിലും അവതരിപ്പിക്കുന്നു. വാക്കുകളുടെ വർണ്ണനാവിസ്മയം കൊണ്ട് വാക്പടുത്വം സിദ്ധിച്ചുള്ള ഹനുമാൻ്റെ അനുഗ്രഹം രാമായണത്തിലൂടെ കടന്നു പോകുന്ന, രാമായണ പാരായണം ചെയ്യുന്ന ഭക്തനും പഠിതാവിനും കൂടി സിദ്ധമാകുന്നു എന്നുള്ളതാണ് ഒരു വൈശിഷ്ട്യം. ഹരേ രാമ. Relax. Redefine yourself. Green Planet Hotel, near Kannur Airport, Mattannur.